അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എവിടെ അൽഹംദുലില്ലാ എന്നുള്ള സദസ്സിൽ റജബിലെ 3-ാം രാവിലെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പടച്ചോ നമുക്കിത് തൗഫീഖ് എത്രയാണ്. ഈ റജബിൽ ഇതുപോലെ സംഗമിക്കാൻ പറ്റിയല്ലോ. അള്ളാഹുവെ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമളാനിന് മുമ്പ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ട് 3 ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച് പുണ്യ റജബിലെ രാത്രികളിൽ, രാവുകളിൽ, പകലുകളിൽ ചൊല്ലേണ്ട മനോഹരമായ ദിക്റുകൾ, ദുആകൾ ചൊല്ലിയിട്ട് നമുക്കൊന്ന് ദ്വാരക്കണം. നമ്മുടെ ജീവിതം മാറിമറിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ദിക്ർ ദുആകളിലേക്ക് കടക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാലോ. അള്ളാഹു ഏത് ലക്ഷ്യത്തിലാണോ നമ്മൾ പങ്കെടുക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. സങ്കടപ്പെടണ്ട, വേദനിക്കണ്ട. ആര് കൈവിട്ടാലും അള്ളാഹു കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. വിശുദ്ധമായ റജബാണ്. റജബുൻ ഷഹറുല്ലാ, അള്ളാൻ്റെ മാസമാണിത്. അള്ളാൻ്റെ മാസത്തിൽ, ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട്, ഈ മാസത്തിലേറെ മഹത്തരമായ ദിക്റുകൾ ചൊല്ലി പടച്ചവനിലേക്ക് കൈ ഉയർത്തുമ്പോൾ അള്ളാഹു നമ്മെ ആട്ടി ഓടിക്കില്ലല്ലോ. അവൻ ഗഫൂറല്ലേ, അവൻ റഹീമല്ലേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വളരെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. നമുക്ക് വിശുദ്ധമായ റജബിലെ 2-ാമത്തെ 10 ചൊല്ലേണ്ട ദിക്റില്ലേ, സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് 100 തവണ ചൊല്ലുക അല്ലേ. ഈ ദിക്ർ, ഈ പറയുന്ന ദിക്റുകൾ 3 10 ചൊല്ലാനുള്ള ദിക്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന് ലഭിക്കുക? നമ്മൾ അറിയാത്ത രീതിയിലുള്ള സഹായം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ വലിയ, ഒരാൾക്കും നിർവചിക്കാൻ കഴിയാത്ത ഫലം തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സദസ്സിലൂടെ അതൊക്കെ സാക്ഷാത്കരിക്കുമെന്ന ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് الصمد سبحان الله الأحد 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 الصمد سبحان الله
الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد الحمد لله അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നമുക്ക് കുറച്ചൊരു 33 തവണ ഖൽബറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണ്ടേ. നമുക്ക് ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല സമ്പത്തിൽ വർധനവുണ്ടാകും, അതുപോലെ ആയുസ്സിൽ വർധനവുണ്ടാകും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരാ? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പതിവാക്കണ്ടേ, ചൊല്ലണ്ടേ മനസ്സറിഞ്ഞ് 33 തവണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി നമ്മൾ ഓതുന്നത് സൂറത്തു ശിഫ, സൂറത്തു റുഖിയ എന്നൊക്കെ പേരുള്ള സൂറത്തുൽ ഫാത്തിഹ. സൂറത്തു ശിഫയാണത്. എല്ലാ പ്രയാസങ്ങൾക്കും ഫാത്തിഹയിൽ ശിഫയുണ്ട്. മുത്തുനബി തങ്ങൾ ഓതി മന്ത്രിച്ചു കൊടുത്തിരുന്ന ഫാത്തിഹ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസമുള്ള, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ സദസ്സിൽ. എല്ലാ പ്രയാസങ്ങളും മാറണം, എൻ്റെ രോഗങ്ങളൊക്കെ നീങ്ങണം, എനിക്ക് സമാധാനം ലഭിക്കണമെന്ന ബോധ്യത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമുക്കൊരു 7 തവണ പാരായണം ചെയ്യാം. മനസ്സറിഞ്ഞ് നമ്മൾ ആശയങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഹൃദ്യമായി പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
നഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. മറ്റൊന്ന് പുണ്യ റജബിൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ മാത്രം നമുക്ക് ഏറെയേറെ സഹായകരമാകുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ. മനസ്സറിഞ്ഞൊരു 11 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ما شاء الله. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു തവണ ഫലക്കും നാസും നമ്മുടെ എല്ലാ സിഹറുകളും കണ്ണേറുകളും നമ്മളെ ബാധിച്ച പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. ചെറിയൊരു സദസ്സാണ്, ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിക്റുകൾ മാത്രം. പുണ്യ റജബ് നമുക്ക് അനുകൂലമാകാൻ ഈ ദിക്റുകൾ കൊണ്ട് അള്ളാഹു സാധിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
മനോഹരമായ സ്വലാത്താണ് കമാലിയ, സ്വലാത്തുൽ കമാലിയ. പരിപൂർണമായൊരു സ്വലാത്ത് തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങാൻ അതിൽ മരുന്നുണ്ട് എന്നാണ്. മുത്തുനബി തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സ്വലാത്താണ്. അള്ളാഹു ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. 11 തവണ എന്നോടൊപ്പം ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. റഹമുറാഹിമായ റബ്ബ് ഈ സദസ്സ് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ചെറിയൊരു ദുആ, വലിയ ദുആ എന്നല്ല, ചെറിയൊരു ദുആ എല്ലാവരും ഹൃദ്യമായ ആമീൻ പറയും. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്ക അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളുമായി സദസ്സിലേക്ക് എത്തിയവരാണ്. എല്ലാ മുറാദുകളും നിനക്കറിയാമല്ലോ റബ്ബേ. നീ ഹാസിലാക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ നാദാ. നീ ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. മദ്രസകളിലും സ്കൂളുകളിലും മറ്റു മേഖലകളിലെല്ലാം എക്സാമുകൾ എഴുതുന്നവരുണ്ട്, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഏതെല്ലാം എക്സാമുകളുമായി ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികൾക്ക്
സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അതുപോലെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഒരു ഉമ്മ നാളെ ഉംറക്ക് പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ യാത്രയിലുടനീളം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരിപൂർണമായി അമലുകൾ ചെയ്ത് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാൻ നീ പലയാവർത്തി തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ. ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ എത്രയോ അസുഖബാധിതരുണ്ട്. ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, പടച്ചവനെ വല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഏത് ഡോക്ടർ മരുന്നില്ലെന്നു പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നിയന്താവായ അല്ലാ, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ. മാറാ രോഗങ്ങളെ തരല്ലേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. എത്രയോ പെണ്ണ് കണ്ടിട്ടും വിവാഹം ഉറക്കുന്നില്ല, അതുപോലെ തന്നെ പലവിധ ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കുന്നില്ലെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ, എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഉറപ്പിച്ചവർക്ക് ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ദിക്റിന്റെ മിസ്ൽ സവാബ് എത്തിച്ച് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ സ്വബാഹുൽ ഖൈർ സദസ്സ്, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് സ്വബാഹുൽ ഖൈർ. 15-20 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ സദസ്സിൽ പങ്കെടുത്ത് അറിവ് നേടുക. ആ ഒരു സുന്ദരമായ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ഊർജ്ജം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസുകളിലെല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.